സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, യുവ നേതാവ്, വളരെ ചെറിയ 35 വയസ്സിൽ MLA ആയി ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള വളരെ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ. പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ചെന്നുപെട്ടു. അദ്ദേഹത്തിന് അവസാനം യൂത്ത് കോൺഗ്രസ് സ്ഥാനം പോയി, പ്രസിഡന്റ് സ്ഥാനം പോയി. അദ്ദേഹത്തിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി അസംബ്ലിയിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. അപ്പോഴും ഒരു ചോദ്യം വളരെ കൃത്യമായി, അത് MLA സ്ഥാനം രാജിവെക്കണോ, അതൊരു ധാർമ്മികതയുടെ വിഷയമില്ലേ എന്നൊരു ചോദ്യം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ, മാധ്യമക്കാർ ചോദിക്കുമ്പോൾ സണ്ണി ജോസഫ് പറയുന്ന ഉത്തരം ഒരു പരിധി വരെ കൗതുകമാണ്, മറ്റൊരു പരിധിയിൽ ധാർമ്മികതയുടെ വിഷയമുണ്ട്. അതൊരു ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. അദ്ദേഹം പറഞ്ഞത്, പാർട്ടി ടിക്കറ്റ് കൊടുത്തത് പാർട്ടിയാണ്, അത് ഞങ്ങളിനി പിൻവലിച്ചു, ഇനിയിപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ ഇല്ലല്ലോ, സ്വതന്ത്രനായല്ലോ. പക്ഷേ MLA സ്ഥാനം കൊടുത്തത് പാലക്കാട്ടെ ജനങ്ങളാണ്, അതുകൊണ്ട് അദ്ദേഹം അത് വേണോ വേണ്ടേ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാം എന്നുള്ളൊരു ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ജനങ്ങൾ, പാർട്ടി കൊടുത്തത് പാർട്ടി തിരിച്ചെടുത്തു, ജനങ്ങൾ കൊടുത്തത് പിന്നെ അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ. ജനങ്ങൾക്ക് തിരിച്ചു വിളിക്കാൻ അവകാശമില്ല, പറ്റില്ലല്ലോ, അതുകൊണ്ട് സ്വയം തീരുമാനിക്കട്ടെ. അപ്പോൾ ജനങ്ങൾ പാർട്ടിക്കാണോ കൊടുത്തത്, രാഹുൽ മാങ്കൂട്ടത്തിനാണോ കൊടുത്തതെന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിനാണ് കൊടുത്തതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ കോൺഗ്രസിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഇനി ജനങ്ങൾ കൊടുത്തതാണ്, പാർട്ടിക്ക് അങ്ങനെ ബന്ധമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒന്നും പറയാനില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച് അദ്ദേഹം അഗ്നിശുദ്ധി തെളിയിക്കുന്നതാണ് നല്ലത്. എന്തായാലും വലിയ വിവാദമാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോൾ ഗോള് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോർട്ടിലാണ് കിടക്കുന്നത്. അത് സണ്ണി ജോസഫ് വളരെ പർപ്പസായി തന്നെ ആ ഗോൾ അടിച്ചതാണ്. ആ ഗോളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. കേവലം അധികാരത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി MLA എന്നുള്ള പദവിയിൽ ഇരുന്ന് കിട്ടുന്ന സുഖങ്ങൾക്ക് വേണ്ടിയും അതൊന്നും പുറകെ പോകാതെ വന്നുപോയ പ്രശ്നങ്ങളിൽ രാജിവെച്ചുകൊണ്ട് പുതിയ ഒരു മനുഷ്യനായി വരാൻ അവസരമുണ്ട്. 35 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ സാധ്യതയുണ്ട് ഇത് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള. അല്ലാതെ കിടന്ന് മെഴുകി പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് ശരീരത്തിലെല്ലാം പൊടിയെല്ലാം പിടിച്ച് വേണ്ട നാശക്കോട്ടയാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മനോഹരമായി രാജിവെക്കുക. 8-9 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അത് കഴിഞ്ഞ് തീരുമാനിക്കുക, ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് MLA ആകാൻ പറ്റുമോ, കോൺഗ്രസിൽ തുടരാൻ പറ്റുമോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക. പറ്റിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും. എന്തായാലും ഇത് തീരുമാനിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറയുന്നത്, തീരുമാനിക്കുന്നത് രാഹുലിന് സ്വയം തീരുമാനിക്കാം. അതിന് പറയുന്ന ന്യായം തീർച്ചയായിട്ടും അത് KPCC പ്രസിഡന്റ് പറയുന്നൊരു ന്യായം, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ പിന്നെ MLA സ്ഥാനം പോയല്ലോ, അത് MLA പാർട്ടിയിൽ സ്ഥാനമില്ലല്ലോ, പാർലമെൻ്ററി സ്ഥാനമില്ലല്ലോ, പിന്നെ MLA സ്ഥാനം പാലക്കാട് ജനങ്ങൾ നൽകിയതാണ്, അത് വേണോ വേണ്ടേ എന്ന് രാഹുലിന് തീരുമാനിക്കാം. എന്തായാലും പന്ത് രാഹുലിൻ്റെ കോർട്ടിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗോളടിക്കണോ വേണ്ടയോ, ഇറങ്ങിപ്പോണോ, കളി മതിയാക്കണോ, എല്ലാം തീരുമാനിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരമുണ്ട്, അവകാശമുണ്ട്. അദ്ദേഹം തീരുമാനിക്കട്ടെ. നല്ല തീരുമാനമെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.